എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ പുതുവത്സര ആശംസകൾ. സംഘിസ്ഥാൻ തീവ്രവാദികളുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ ലോകമെമ്പാടും പ്രശസ്തമായി. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെമ്പാടും പ്രശസ്തമായിരിക്കുകയാണ് മോദിയുടെ സംഘി തീവ്രവാദികളുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട മീഡിയകളെല്ലാം ഇന്ത്യയിൽ ഹിന്ദുത്വ തീവ്രവാദികൾ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെ അഴിച്ചുവിട്ട ആക്രമണങ്ങളെ വലിയ രീതിയിലാണ് റിപ്പോർട്ട് ചെയ്തത്. അങ്ങനെ മോദി വീണ്ടും വലിയ വിശുഗുരു ആയിരിക്കുകയാണ് ഇതുവഴി. ലോകത്തിലെ പ്രധാനപ്പെട്ട മീഡിയകളെല്ലാം ഇത് റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി അനലൈസ് ചെയ്യാം. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇപ്രാവശ്യം ക്രിസ്മസ് ആഘോഷങ്ങളിൽ തീവ്രവാദ ആക്രമണം ഉണ്ടായ ഏക രാജ്യം മോദിയുടെ സംഘിസ്ഥാനാണ്. പാകിസ്ഥാനിൽ പോലും വളരെ ആഘോഷകരമായ രീതിയിലായിരുന്നു യാതൊരു എതിർപ്പുമില്ലാതെ ക്രിസ്മസ് ആഘോഷിച്ചത്. അപ്പോൾ ഏത് തലത്തിലേക്കാണ് വിവേകമില്ലാത്ത മോദിയും അയാളുടെ മന്ദഭക്തരും ചേർന്ന് രാജ്യത്തെ അധപതിപ്പിച്ചിരിക്കുന്നത് എന്ന് ഓർത്തു നോക്കണം. വിവിധ മീഡിയകൾ ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തത് കാണുന്നതിന് മുൻപ് പാകിസ്ഥാനിലെ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ചില ചിത്രങ്ങൾ കാണാം. പാകിസ്ഥാനിലെ പഞ്ചാബ് മുഖ്യമന്ത്രിയായ മറിയം നവാസ് ഷെരീഫ് പങ്കുവച്ചതാണ് ഈ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ചിത്രങ്ങൾ. ലാഹോറിലെ ലിബർട്ടി ചൗക്കിൽ 42 അടി ഉയരമുള്ള ക്രിസ്മസ് ട്രീ അലങ്കരിച്ചാണ് അവിടെ ക്രിസ്മസ് ആഘോഷിച്ചത്. അവർ പങ്കുവച്ച അലങ്കാരങ്ങളുടെ ചിത്രങ്ങളാണ് ഇത്. അതുപോലെ പാകിസ്ഥാനിലെ മുസ്ലിങ്ങളായ വളരെയേറെ ആളുകളും ഇതിന്റെ ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നു. ഇവിടെ ഈ ചിത്രത്തിൽ കാണുന്നത് ഒരു മുസ്ലിം പിതാവ് തൻ്റെ മകളെ ക്രിസ്മസ് ട്രീയോട് ചേർത്ത് നിർത്തി ഫോട്ടോ എടുക്കുന്നതാണ്. ഓർക്കണം, പാകിസ്ഥാനിൽ നിന്നുള്ളത്. ഇന്ത്യയിൽ, പ്രത്യേകിച്ച് മോദിയുടെ ആളുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെ നടന്ന ആക്രമണ സംഭവങ്ങളെക്കുറിച്ച് നിങ്ങൾ കണ്ടിരിക്കും. ലണ്ടനിലെ വളരെ പ്രശസ്തമായ ന്യൂസ് പേപ്പറായ ദ ടെലിഗ്രാഫിന്റെ ഈ ന്യൂസ് കണ്ടോ? ഹിന്ദു തീവ്രവാദികൾ ഇന്ത്യയിലെ ക്രിസ്മസ് അടച്ചുപൂട്ടാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകൾ പള്ളിയിലെ സർവീസുകൾ അലങ്കോലപ്പെടുത്തുകയും ക്രിസ്മസ് അലങ്കാരങ്ങൾ വലിച്ചു കീറി നശിപ്പിക്കുകയും ചെയ്തു എന്ന് അവർ എക്സിൽ ആ വാർത്ത പങ്കുവച്ചുകൊണ്ട് കൊടുത്ത പോസ്റ്റാണ് ഇത്. UK തന്നെ മറ്റൊരു പ്രമുഖ ദിനപത്രമായ ഇൻഡിപെൻഡന്റിന്റെ ഈ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹിന്ദു തീവ്രവാദി ഗ്രൂപ്പുകൾ ഇന്ത്യയിലെ ക്രിസ്മസ് ആഘോഷങ്ങളെ ടാർഗറ്റ് ചെയ്തതിനാൽ വലിയ ആശങ്കയാണ് എന്ന്. അവർ ഇത്തരത്തിൽ ആക്രമണം നടത്തുന്ന ചില വീഡിയോകളും ഈ വാർത്തയുടെ കൂടെ പങ്കുവച്ചിരുന്നു. ഓപ്പൺ ഡോർസ് എന്ന ഇന്റർനാഷണൽ ക്രിസ്തീയ സംഘടന കൊടുത്ത ന്യൂസാണ് ഇത്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾക്കെതിരെ നടന്ന വിവിധങ്ങളായ ആക്രമണങ്ങൾ രാജ്യത്തെ ക്രിസ്ത്യാനികളുടെ അവസ്ഥ എത്ര ദയനീയമാണ് എന്ന് തെളിയിക്കുന്നതാണ്. ക്രിസ്മസ് എന്ന് പറയുന്നത് ആഘോഷത്തിന്റെ അവസരമാണ്. എന്നാൽ ഇന്ത്യയിൽ വിശ്വാസികൾക്ക് നേരെയും ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെയും നടന്ന ആക്രമണങ്ങൾ ഇന്ത്യയിൽ അവർക്ക് നേരെ നടക്കുന്ന പീഡനങ്ങളുടെ നേർ തെളിവാണ് എന്ന്. ടർക്കിയിൽ നിന്നുള്ള ഇന്റർനാഷണൽ ന്യൂസ് പേപ്പറായ TRT വേൾഡിന്റെ വാർത്തയാണ് ഇത്. ഇന്ത്യയിലെ ക്രിസ്മസ് ആഘോഷങ്ങൾ ഭീതിയുടെയും ഭീഷണിപ്പെടുത്തലിന്റെയും നിഴലിലാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ കരോൾ സംഘങ്ങളെ ആക്രമിക്കുകയും അലങ്കാരങ്ങൾ നശിപ്പിക്കുകയും വിശ്വാസികളെയും വ്യാപാരികളെയും ഭീഷണിപ്പെടുത്തുകയും BJP നേതാക്കളുടെ വർഗീയ പരാമർശങ്ങൾ ഉണ്ടാവുകയും ചെയ്തു എന്ന് ഇസ്രയേലിൽ നിന്നുള്ള മിഡിൽ ഈസ്റ്റ് ഐയുടെ റിപ്പോർട്ടാണ് ഇത്. ക്രിസ്മസ് ദിനത്തിൽ സോഷ്യൽ മീഡിയ മുഴുവൻ ഹിന്ദു ദേശീയവാദികൾ ആഘോഷങ്ങൾ തടസ്സപ്പെടുത്തുകയും ക്രിസ്ത്യാനികളെ ആക്രമിക്കുകയും ചെയ്യുന്നതിന്റെ വീഡിയോകൾ ആയിരുന്നു. പള്ളികൾ റെയ്ഡ് ചെയ്യുകയും ഷോപ്പിംഗ് മാളുകളിലെ അലങ്കാരങ്ങൾ വലിച്ചു കീറുകയും ക്രിസ്മസ് സാധനങ്ങൾ വിൽക്കുന്ന വ്യാപാരികളെ ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്തു. ഇത് പുതിയ സംഭവമാണോ? ഒരിക്കലുമല്ല. നരേന്ദ്രമോദിയുടെ കീഴിൽ ക്രിസ്ത്യാനികൾ നിരന്തരം ആക്രമിക്കപ്പെടുകയാണ്. അങ്ങനെ ഇസ്രയേലി മീഡിയയും നരേന്ദ്രമോദിയുടെ അവദാനങ്ങൾ വാഴ്ത്തിപ്പാടുകയാണ്. ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന ക്രിസ്ത്യൻ സോളിഡാരിറ്റി ഇന്റർനാഷണലിന്റെ വാർത്തയാണ് ഇത്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് പള്ളികൾ കത്തിച്ചു, ക്രിസ്ത്യാനികളെ ആക്രമിച്ചു, മൃതശരീരം മാന്തിയെടുത്തു. ക്രിസ്മസിന് മുൻപ് ഹിന്ദു ദേശീയവാദികൾ ഒരു ക്രിസ്ത്യാനിയുടെ മൃതശരീരം അടക്കം ചെയ്തത് അവരുടെ ദൈവങ്ങളെ കളിയാക്കിയതും അവരുടെ ട്രൈബൽ ഭൂമി അവകാശങ്ങൾ വയലേറ്റ് ചെയ്തതാണ് എന്നും പറഞ്ഞ് അടക്കം ചെയ്ത ശവം മാന്തിയെടുക്കുകയും ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തു. അതുപോലെ രാജ്യമെമ്പാടും ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്നതിൻ്റെയും ആഘോഷങ്ങൾ അലങ്കോലപ്പെടുത്തുന്നതിൻ്റെയും വളരെയേറെ റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. ഒരു പാസ്റ്ററിന്റെ വീട് കത്തിച്ചു. വളരെയേറെ ക്രിസ്ത്യാനികൾ പേടിച്ച്
പോലീസ് സ്റ്റേഷനിൽ അഭയം തേടിയിരിക്കുകയാണ്. ഇത് അമേരിക്കയിലെ ട്രംപ് അഡ്മിനിസ്ട്രേഷനിലെ നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ ആയ ഹിന്ദു വിശ്വാസി കൂടിയായ തുളസി ഗബ്ബാർഡിന്റെ ക്രിസ്മസ് ആശംസയാണ്. ബൈബിൾ വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ്, നേറ്റിവിറ്റി സീനിന്റെ ചിത്രവും പങ്കുവെച്ചുകൊണ്ടാണ് ഹിന്ദുമത വിശ്വാസിയായ ഇവർ ഇങ്ങനെ എഴുതിയത്. ഈ ദിവസവും എല്ലാ ദിവസവും യേശുക്രിസ്തുവിനെ ഓർത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ എല്ലാവർക്കുമായുള്ള മെസ്സേജായ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ ആത്മാവോടെയും പൂർണ്ണ മനസ്സോടെയും സ്നേഹിക്കുക എന്ന വാക്കുകൾ പിന്തുടരാം. ഓർക്കണം, അവർ ഹിന്ദുമതത്തിലേക്ക് കൺവേർട്ട് ചെയ്ത അമേരിക്കക്കാരിയാണ്. അവർ പോലും ഇത്തരത്തിലുള്ള സന്ദേശം നൽകുമ്പോഴാണ് ഇന്ത്യയിലെ ഹിന്ദുത്വ തീവ്രവാദികൾ ലോകം മൊത്തം ഇന്ത്യയുടെ പേര് കളങ്കപ്പെടുത്തിയത്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യമല്ല. സംഘികൾ ഇന്ത്യയിൽ ഭരണത്തിൽ എത്തിയതോടുകൂടി ഇത് സ്ഥിരം പതിവായി മാറിയിരിക്കുകയാണ്. ഇതിനെതിരെ പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കുന്ന മോദി ഒരക്ഷരം ഉരിയാടിയില്ല. മോദി ഇത് പാടില്ല, ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കും എന്ന് ഒറ്റ വാക്ക് പറഞ്ഞാൽ പിന്നെ ഒരൊറ്റ സംഘി പോലും ഇത്തരത്തിൽ പ്രവർത്തിക്കുകയില്ല. എന്നാൽ മോദി അതിന് ഒരിക്കലും തയ്യാറാവുകയില്ല. ഇവരുടെയൊക്കെ മൗന അനുവാദത്തോടു കൂടിയാണ് സംഘി തീവ്രവാദികൾ ഇത്തരം കലാപരിപാടികൾ നടത്തുന്നത്. എന്നാൽ നാടകം കളിച്ച് മോദി ഡൽഹിയിലെ പള്ളിയിലെത്തി ബൈബിളിൽ മുത്തമിട്ടു. ഇത്തരം നാടകങ്ങൾ ഒക്കെ ഒഴിവാക്കി അതിനു പകരം ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശനമായ നടപടിയെടുക്കും, ഒരൊറ്റ സംഖ്യകളും ഇത്തരത്തിൽ പ്രവർത്തിക്കാൻ പാടില്ല എന്ന് മുന്നറിയിപ്പ് കൊടുക്കുകയായിരുന്നു മോദി ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ ഡൽഹിയിലെ പള്ളിയിൽ മോദി ഇത്തരം നാടകം നടത്തിയതോടുകൂടി ക്രിസ്സംഖികൾക്ക് സന്തോഷമായി. അമേരിക്കയിലെ വലിയ വ്യവസായിയായ ഇന്ത്യൻ വംശജനായ ആബി ഡാൻഡിയ ഇതിനെക്കുറിച്ച് എഴുതിയത് എല്ലാവരും വ്യക്തമായി മനസ്സിലാക്കേണ്ടതാണ്. ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ഇന്ത്യയിലെ സർക്കാരി ഹിന്ദുക്കളുടെ പെരുമാറ്റം കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. പാശ്ചാത്യ രാജ്യങ്ങളിലുള്ള ഹിന്ദുക്കൾക്ക് എന്ത് സംഭവിക്കും? പ്രത്യേകിച്ച് ഇന്ത്യയിൽ ആളുകൾ സിഗരറ്റ് പാക്കറ്റ് കൊണ്ടു നടക്കുന്നത് പോലെ തോക്കുകൾ കൊണ്ടു നടക്കുന്ന രാജ്യങ്ങളിൽ. ഇസ്ലാമിക രാജ്യങ്ങളിൽ താമസിക്കുന്ന ഹിന്ദുക്കൾ ഭാഗ്യവാന്മാരാണ്. കാരണം മുസ്ലിങ്ങൾക്ക് അമേരിക്കയിലെ പോലെ തോക്കുകൾ കൊണ്ടു നടക്കാൻ സാധിക്കുകയില്ല എന്നതിനാൽ. അതായത് അദ്ദേഹം പറയുന്നത് ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ആക്രമണം കാണുന്ന പാശ്ചാത്യ രാജ്യങ്ങളിലെ ആളുകൾ ഹിന്ദുക്കൾക്കെതിരെ ഇതിന്റെ പേരിൽ ആക്രമണം അഴിച്ചുവിട്ടാൽ എന്ത് പറയാൻ സാധിക്കും? അമേരിക്കയിലൊക്കെ വെറുതെ ഒരു കടയിൽ ചെന്ന് തോക്ക് വാങ്ങി അത് പോകുന്നിടത്തൊക്കെ കയ്യിൽ പിടിച്ച് കൊണ്ടു നടക്കാം. മിക്കവാറും സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് റിപ്പബ്ലിക്കന്മാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ സാധാരണ കാഴ്ചയാണ് തോക്കും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആളുകൾ പുല്ലുപോലെ നടക്കുന്നത്. വിവരമില്ലാത്ത സംഖ്യകൾക്ക് ഇത് ലോകമെമ്പാടുമുള്ള ആളുകൾ കാണുമെന്നും അങ്ങനെ ഇന്ത്യയുടെ ഇമേജ് കളങ്കപ്പെടുമെന്നും അറിയാനുള്ള സാമാന്യബോധമില്ല. എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ഫോറിൻ രാജ്യങ്ങളിലും അവസരം കിട്ടുമ്പോഴെല്ലാം ടൂർ അടിക്കുന്ന പ്രധാനമന്ത്രി എന്ന് പറയുന്ന നരേന്ദ്രമോദിക്ക് അല്പമെങ്കിലും വിവേകം കാണിക്കാമായിരുന്നു. രാജ്യത്തെ സാധാരണക്കാർക്ക്, ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെടുന്ന ആളുകൾക്ക് മോദി പള്ളിയിൽ നടത്തുന്ന നാടകമല്ല ആവശ്യം. മറിച്ച് ഇത്തരം ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നവർക്കെതിരെ കർശനമായ നടപടിയെടുക്കുന്നതാണ്. ഒറ്റ വാക്കുകൊണ്ട് മോദിക്ക് ഇത് അവസാനിപ്പിക്കാവുന്നതേയുള്ളൂ. മോദി ഭരണത്തിൽ ഏറിയ ശേഷം എല്ലാ വർഷവും ഇത് പതിവാണ്. എന്നാൽ ഇതുവരെ ഇതിനെതിരെ നാവ് അനക്കിയിട്ടില്ല. ലോകമെല്ലാം ഇത് കാണുന്നുണ്ട് എന്നുള്ള കാര്യം മോദിയും സംഘികളും മറക്കേണ്ട. അതിന്റെ വ്യക്തമായ തെളിവാണ് ലോകത്തിലെ പ്രധാനപ്പെട്ട ന്യൂസ് പേപ്പറുകളെല്ലാം മോദി വിശ്വഗുരുവായി എന്ന് കാണിച്ചുകൊണ്ട് ഇതിനെക്കുറിച്ച് ഫ്രണ്ട് പേജിൽ തന്നെ വാർത്ത കൊടുത്തത്. ഇത് തുടരുകയാണെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്ന നല്ലവരായ ഹിന്ദുക്കളുടെ ജീവനും ഇത് അപകടമുണ്ടാക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?